ആലുവയിലെ കെയർ ഹോമിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെയും തൃശൂരിൽ നിന്ന് കണ്ടെത്തിയെന്ന് എറണാകുളം റൂറൽ എസ്.പി. വൈഭവ് സക്സേന. കുട്ടികൾ സുരക്ഷിതരാണ്, ഇവരെ ആലുവയിൽ തിരികെ എത്തിച്ചിട്ടുണ്ട്. കുട്ടികൾ എങ്ങനെ തൃശൂരിലെത്തിയെന്നതിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് വൈഭവ് സക്സേന 24-നോട് പറഞ്ഞു. പുത്തൻവേലിക്കരയിൽ നിന്ന് രാവിലെ കാണാതായ 2 വിദ്യാർത്ഥികളെയും റൂറൽ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 24 എക്സ്ക്ലൂസീവ്. ആലുവയിൽ നിന്ന് കാണാതായ 3 പെൺകുട്ടികളെയും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. പോലീസിന്റെ അതികൃത്യമായ ഇടപെടലാണ് ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചതെന്ന് മനസ്സിലാക്കുന്നു. സർ, കുട്ടികളെ കിട്ടിയിട്ടുണ്ട്. എവിടെ നിന്നാണ്, എങ്ങനെയാണ് കണ്ടെത്തിയത്? ഇന്ന് രാവിലെ നമുക്ക് റിപ്പോർട്ടായിരുന്ന ഈ മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു. ഒരു മാതൃശക്തി ഒരു ഓർഫനേജിന് ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നമുക്ക് രാവിലെ ഏകദേശം 6 മണിക്ക് ഇത് റിപ്പോർട്ടായിരുന്നു. ഈ 3 പെൺകുട്ടികൾ അവിടെ നിന്ന് മിസ്സിംഗ് ആയിരുന്നു. സോ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉടൻ തന്നെ 4 ടീം ഫോംസ് ചെയ്തു. അത് ഈ റെയിൽവേ അലേർട്ട്, KSRTC അലേർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുറേ CCTV ക്യാമറാസ് പരിശോധിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഒരു മണിക്കൂർ മുമ്പ് നമ്മുടെ ടീംക്ക് ഈ 3 പെൺകുട്ടി കിട്ടിയിട്ടുണ്ട്. പുത്തൻവേലിക്കരയിൽ നിന്നൊരു കുട്ടിയെ കാണാതായിട്ട് ആ കുട്ടിയും കിട്ടിയിട്ടുണ്ട്. അതെന്തായാലും സന്തോഷം. അധികം ഇന്ന് രാവിലെ റിപ്പോർട്ടായിരുന്നു. 2 പെൺകുട്ടി ഇത് സ്കൂൾ പോകുമ്പോൾ അത് ആ സമയത്തെക്കുറിച്ച് പരാതി വന്നു, അത് മിസ്സിംഗ് ആണ്. സോ അധികം നമുക്ക് കിട്ടിയിട്ടുണ്ട്. പ്രൈസ്ഡ് ആയി ഈ കുട്ടികളെ തിരിച്ചു കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചത് തൃശ്ശൂരിൽ നിന്ന് ടീം എല്ലാ നടപടി ആരംഭിച്ചു. റൂറൽ മേഖലയിൽ ഇത്തരത്തിൽ മിസ്സിംഗ് കേസുകൾ വർദ്ധിച്ചു വരുന്നുണ്ടോ? കുട്ടികൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? സമീപകാലിൽ പക്ഷേ അൺഡിറ്റക്റ്റഡ് ഒന്നുമില്ല, എല്ലാം ഡിറ്റക്റ്റ് ആയിരുന്നു. അത് കൊറിയ പോലീസ് വളരെ സജീവമായ രീതിയിൽ ഇത് ബന്ധപ്പെട്ട SDPOമാരെയുണ്ട് കിരൽ നമ്മൾ ഉടൻ തന്നെ ടീം ഫോം ചെയ്യാറുണ്ട്. സോ ഇത് മൈനർ ആണെങ്കിൽ അത് വളരെ സെൻസിറ്റീവ് മാറ്ററാണ്. സോ നമുക്ക് ഒരു കോംപ്ലിസൻസി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. ഈ കുട്ടികളെ ഇനി നേരെ നമ്മൾ കെയറിംഗ് ഹോമിൽ വിടുകയാണോ, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും പ്രോസസ്സ് ഉണ്ടോ? അതെല്ലാം നീതി പ്രകാരം ലീഗലി എല്ലാ പ്രൊസീജിയറും അല്ലേ. എത്രയും പെട്ടെന്ന് കുട്ടികളെ കണ്ടെത്താനായി പോലീസിന്റെ കൃത്യമായ ഇടപെടലാണ്. കൊച്ചിയിൽ നിന്ന് വിഷ്ണുവിനൊപ്പം ക്യാമറാമാൻ വിഷ്ണു കേച്ചരിക്കൊപ്പം വിഷ്ണു സുരേഷ്, 24.